നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. നമ്മളെപ്പോലെ സുഭിക്ഷമായ ഭക്ഷണം, നമ്മളെപ്പോലെ വാഹന സൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു പറ്റം ആളുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അന്നം തേടി വരുമ്പോൾ അവർക്ക് നല്ലത് ചെയ്തില്ലെങ്കിലും, അവരോടൊരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, അവരെ നോക്കിന്ന് പുഞ്ചിരിച്ചില്ലെങ്കിലും അവരെ നിങ്ങൾ കളിയാക്കരുത്, അവരെ നമ്മൾ പരിഹസിക്കരുത്. അവരുടെയൊക്കെ ഒരു അവസ്ഥയാണത്. അവർക്കൊരു പക്ഷേ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ല. അവരെ കുടുംബത്തെ പോറ്റാൻ, പ്രിയപ്പെട്ട മക്കളുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ പുച്ഛ മനോഭാവത്തോടു കൂടെ കാണുന്ന ആളുകളുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ പാലക്കാട് ജില്ലയിൽ ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൊല്ലുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്ത് കിട്ടി ആ മനുഷ്യനെ കൊന്നിട്ട്? ആർക്കാണ് നഷ്ടം? ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയില്ലേ? ആ പാവപ്പെട്ടവൻ അടിക്കുമ്പോ തിരിച്ചൊന്നു പ്രതികരിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി കണ്ണുനീര് പൊഴിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ രംഗം കാണുമ്പോ കൽബ് തകർന്നു പോയി. നമ്മുടെയൊക്കെ മനസ്സ് വേദനിച്ചില്ലേ? ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും. ഒരു കാര്യം തീർത്തു പറയുകയാണ്, വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും. അത് യാതൊരു സംശയമില്ല. ആ പാവപ്പെട്ടവന്റെ കുടുംബത്തിന് നഷ്ടമായില്ലേ? തന്റെ പ്രിയപ്പെട്ട മക്കൾ അനാഥരായില്ലേ? ഭാര്യ വിധവയായില്ലേ? അങ്ങനെ എത്ര എത്ര ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് മധുവിനെ തല്ലിക്കൊന്നില്ലേ? പാവപ്പെട്ടവൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുറച്ച് ഭക്ഷണധാന്യം കൊണ്ടുവന്ന് മോഷ്ടിച്ചതിന്റെ പേരിൽ കൂട്ടമായി തല്ലിക്കൊന്നില്ലേ ഒരു പാവപ്പെട്ടവനെ? എങ്ങനെയാണ് നമുക്കിങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ തോന്നുന്നത്? പാവപ്പെട്ട എത്ര ആളുകൾ. നമുക്കൊക്കെ സൗകര്യങ്ങൾ കൂടിപ്പോയതിന്റെ അഹങ്കാരാണ്, നമുക്കൊക്കെ ഭക്ഷണം കൂടിപ്പോയതിന്റെ അഹങ്കാരാണ്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറാന്ന് പറയില്ലേ? അതാണ് പ്രശ്നം. ചില ആളുകൾക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ്. പാവപ്പെട്ടവരെ കളിയാക്കാൻ. പാവങ്ങളല്ലേ, സാധുക്കളല്ലേ, സഹായിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ട ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ പരിഹസിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്.